കട്ടൻ ചായ 118 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 2657 പേര്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let us start the preparation of black tea. Ingredients required: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക മുതലായ സാധനങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. അതെല്ലാം നമ്മളിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. എല്ലാം ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനെ ഓരോന്നിനെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് നമ്മുടെ ചെരുവനും പിന്നെ ഇത് നമ്മുടെ ഫിൽറ്റർ യൂണിറ്റുമാണ്. ഇത് നമ്മുടെ ഉപകരണങ്ങളാണ്. ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇഞ്ചിയാണ് നമുക്കിതിന് നല്ല സ്വാദ് തരുന്നത്. ഇത് കറുവാപ്പട്ട, ഏലക്ക അതിൻ്റെ മിശ്രിതമാണിത്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതായത് അരിഞ്ഞ് ശരിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് ഷുഗർ ഫ്രീ മധുരം, അതാണ് മധുരമായിരുന്നത്. ഇത് തേയില, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ആ ബ്രാൻഡ്. അത് ലോങ് ലീഫ് ടീ ആണ്. ഇത് നമുക്ക് കപ്പ്, ചായ എടുക്കാനുള്ള കപ്പ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ വെക്കാൻ തന്ന ഈ കട്ടിംഗ് ബോർഡ് തന്നിരിക്കുന്ന കമ്പനിയുടെ പേരാണ് ടീക്ക് വുഡ് പെക്കർ എന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് പാത്രം എടുത്ത് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചു. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതായത് ആ ഒരു വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണത്, അത് 2 കപ്പ്. നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 60 മിനിറ്റ്സ് ആണ്. 2 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് തിളപ്പിക്കണം. ദാറ്റ് മീൻസ് 58 വരുമ്പം നമ്മൾ ഇത് ഓഫ് ചെയ്യാം. 58 വരുന്നവർ. അപ്പോൾ ഓരോന്നും നമ്മൾ ഇടുകയാണ്. ആദ്യം നമ്മൾ ഇഞ്ചി ഇടും, പിന്നെ അതിൻ്റെ പുറകെ കറുവാപ്പട്ട, ഏലക്ക, ആ 3 സാധനങ്ങളാണ് ഈ മസാല. ചായ മസാലയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം സ്മെല്ല്, നല്ല ടേസ്റ്റൊക്കെ ആയും. ഇത് നമ്മുടെ ഒരു വ്യൂവർ കമൻറ്റ് ചെയ്തതനുസരിച്ചാണ് ഇതിൻ്റെ ഭേദഗതി ഞാൻ വരുത്തിയത് നേരത്തെ നിന്ന്. അന്നത്തെ പഴയതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്നവരെ 58 ആകുന്നവരെ നമുക്ക് നിങ്ങളോട് ഈ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ആദ്യം പറയുന്നത്, ഈ പ്രോഗ്രാം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങളിൽ പലരും കാണുന്നുണ്ട്, പലരും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും സാരമില്ല. ഈ പ്രോഗ്രാം എന്ന് ഞാൻ നിർത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ ഈ കന്യഭക്തന്മാരില്ലെന്ന് പറയുന്ന അതുപോലെയാണ്. അതായത് ഈ പ്രോഗ്രാം കാണാൻ ആരുമില്ലാതെ വരുന്നൊരു സ്റ്റേജ് വരുമ്പോൾ ഞാനത് നിർത്തും. പക്ഷേ അങ്ങനെ വരില്ല എന്നുള്ളതാണ്. യൂട്യൂബ് എന്ന് ആരെങ്കിലും കൊണ്ട് കാണിക്കും. ഈ പ്രോഗ്രാം ഇത്രയും മനുഷ്യന്മാരില്ല, ആരെങ്കിലും കൊണ്ട് കാണിക്കും. പിന്നെ ഈ സബ്സ്ക്രിപ്ഷനെക്കുറിച്ച് പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ, അതായത് 1500 വീഡിയോ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞ് ഇമോജി ഇട്ടാൽ മതി. വേറെ ഒരു അക്ഷരം എഴുതേണ്ട, ഒന്നും പറയണ്ട. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, YT സ്റ്റുഡിയോ ഉണ്ടല്ലോ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ കാണാം ആരൊക്കെയാണ് ഈ കമൻറ്റ് എഴുതിയിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ ഇമോജി ഇടണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇട്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഇന്നാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവർക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ അവരുടെ വീഡിയോ എടുത്ത് കാണും. വീഡിയോ എടുത്ത് കണ്ടിട്ട് ഞാൻ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കമൻറ്റൊക്കെ എഴുതും, നല്ലതാണ്. പിന്നെ ഇത്രാമത്തെ നമ്പറിൽ ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്ന് അതിൻ്റെ അകത്ത് എഴുതുകയും ചെയ്ത്. അങ്ങനെയും പലർക്കും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തവർ ഇവിടെ വേണേൽ സാക്ഷ്യപ്പെടുത്താം. കിട്ടിയവർ സബ്സ്ക്രിപ്ഷൻ കിട്ടിയവർക്ക് വേണം ഇവിടെ പറയാം, എനിക്കങ്ങനെ കിട്ടിയായിരുന്നെന്ന്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തവരോ സബ്സ്ക്രിപ്ഷൻകാരോ ആരും ഒന്നും തിരിച്ചു വരുന്നില്ല, അവരൊന്നും കാണാനൊന്നും നിൽക്കുന്നില്ല. ഇനി 58 നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട സമയമായി. വെള്ളം നന്നായിട്ട് തിളച്ചു, സ്റ്റൗ ഓഫ് ചെയ്തു, ചെയ്യാൻ പോകണം. വിരലുകൊണ്ട് ഞെക്കിയാൽ മതി. ശരി, ഞെക്കി ഓഫായി, ശാന്തമായി. ഇനി അതിലേക്ക് നമ്മൾ ആ ചായ, ലിപ്ടൻ്റെ ലോങ് ലീഫ്, ആ ചായ എടുത്തിടണം. ചായ ഇല, തേയില ഇട്ടു. ഇനി അതിന് നമ്മൾ എത്ര നേരം വെച്ചോണ്ടിരിക്കണം എന്നുള്ളൊരു കണക്ക് കമ്പനി തന്നിട്ടുണ്ട്. അതായത് 3 സൈസാണിത്: ലൈറ്റ്, മീഡിയം, ഡാർക്ക്. അവിടെ എഴുതിയിട്ട് കാണിക്കുന്നത് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ മീഡിയത്തിന് വേണ്ടിയിട്ട് 3 മിനിറ്റാണ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൊടി ഇട്ടേച്ചും തേയില ഇട്ടേച്ചും പിന്നെ അരിക്കുന്ന വരെയുള്ള സമയമാണ് 3 മിനിറ്റ്. 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഷുഗർ ഫ്രീ പെല്ലറ്റ് ഇടുന്നു. ഷുഗർ ഫ്രീ ഇവിടെ ആ സാധനം, അതായത് അത് 2 ഗുളിക ഇട്ട് കഴിഞ്ഞാൽ 2 സ്പൂണ് മധുരത്തിന് തുല്യമാണ്, പഞ്ചസാരയ്ക്ക് തുല്യം. പഞ്ചസാര ഉപയോഗിക്കാതിരിക്കാനായിട്ടാണിത്.
അപ്പോൾ ഈ പഞ്ചസാര ഉപയോഗിക്കാതെ ഈ പിന്നെ തേയില വെള്ളം കുടിക്കുമ്പോൾ ഫാറ്റ് നമ്മുടെ കുറയുന്നുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഈ കുടവേരൊക്കെ ഉള്ളവർക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും തോന്നുന്നു. ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല, നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കുടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടുള്ള പരിചയങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആ പെല്ലറ്റ് ഇട്ട് ഇളക്കി, ആ ഗുളിക ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി നമ്മുടെ കപ്പിലേക്ക് ഇത് ഒഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടില്ല, കപ്പ് നേരത്തെ തന്നെ അവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് എത്തിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഇത് കപ്പ് കിട്ടി, കപ്പിന് നമ്മളിനി നമ്മുടെ ടേബിളിൽ കൊണ്ടുവയ്ക്കും. അവിടെയാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ ബൈബിൾ കൊണ്ടുവരുന്നത്. ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നത് വളരെ ഭക്തിയോടും വളരെ ആദരവോടും കൂടിയാണ്. ബൈബിള് നമ്മൾക്ക് അത് നമ്മൾ എത്ര റെസ്പെക്റ്റ് ചെയ്യുന്നു അത്ര നമുക്ക് നന്മയുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഫാദർ മാത്യു വൈലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ഉള്ളൊരു പ്രോഗ്രാമാണ്. അതിൽ നമുക്ക് വചനം 1 സാമുവേൽ 17, 41, 43, 44, 45, 49. അപ്പോൾ അത് ബൈബിളിൽ ഞാനത് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഈ ദാവീദും ഗോലിയാത്തും എന്ന് പറയുന്ന ആ സംഭവമാണത്. അപ്പോൾ അവിടെ ഈ ഗോലിയാത്തിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായിട്ട് ദാവീദ് അവിടെ എത്തി ആ സംഭവം വിവരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമുക്കിതിനകത്ത് വായിക്കുന്നത്. ഞാനത് വായിക്കാം. 1 സാമുവേൽ അധ്യായം 17. ഗോലിയാത്ത് ദാവീദിനോട് അടുത്തു, ആയുധവാഹകൻ മുൻപേ നടന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിൻ്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖം കുത്തി നിലം പതിച്ചു. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. And this is the end of the program. Shubham.